രാവിലത്തെ ചോറും കറിയും വെക്കലും കുട്ടികളെ കുളിപ്പിക്കലും കഴിക്കാൻ കൊടുക്കലും അവരെ ഉറക്കലും എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് അനിയത്തി മെഷീനിൽ ഇരുന്നപ്പോഴത്തേന് 2-3 മണിയായിരിക്കണം കേട്ടോ. അപ്പോൾ അവള് പുതിയത് മേടിച്ചതാട്ടോ മെഷീന്. അപ്പോൾ എനിക്ക് ഓണത്തിന് മേടിച്ചൊരു ടോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഷേപ്പ് ചെയ്തതൊന്നും കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കറക്റ്റാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ എന്നാൽ വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ കൊണ്ടുവരും ചെയ്തു. പക്ഷെ അവൾക്ക് മെഷീനിൽ ഇരിക്കാൻ ഒരു ശകലം ഒരു ലെവലേശം സമയമല്ല കേട്ടോ. അപ്പം അങ്ങനെ ഇതാ മഴയും കോളൊക്കെ വന്നപ്പോൾ അതാ കുട്ടികളെ അകത്തേക്കാക്കിയിട്ട് അവരവിടെ ഇതാ കളിച്ചോണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് അടിക്കലൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇട്ട് നോക്കലും ഉരലും കറക്റ്റാണോ എന്നൊക്കെ നോക്കി ഒരുവിധം തയ്ച്ചെടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇടി മഴയും കാറ്റൊക്കെ അതങ്ങനെ കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ പാല് മേടിക്കാലോ ചായ വെക്കാനെന്നൊക്കെ വിചാരിച്ചിട്ട് അത് അങ്ങനെ പുറത്തിറങ്ങി നോക്കിയത് കേട്ടോ. അപ്പോൾ അതാ മഴ തുള്ളിയിട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നല്ല കനത്ത ഇടി മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് രാജേട്ടൻ ഞങ്ങളെ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കുമ്പോ അവിടെ നല്ല മഴയാണെന്ന് പറഞ്ഞപ്പോ ഇന്ന് നാളെ വരാന്ന് പറഞ്ഞു. അങ്ങോട്ട് വാ. അതാ അടക്കണ്ട കുഞ്ഞാറ്റെ, മേമങ്ങോട്ട് കയറട്ടെ. ഇതാ എന്താണ് അമ്മ സ്വത്ത് വെല്ലിയമ്മക്ക് കൊണ്ടുവന്ന് തരുന്ന എന്താണ്? ബോണ്ട ബോണ്ട. അത് പൊട്ടിക്കാനോ എടീ ഉടുപ്പിന്റെ ഈ 2 സൈഡ് ഒന്ന് പിടിക്കാനേ. ഇത് 56-ന് കിട്ടിയതാണ് മേമി. ഉടുപ്പ് നല്ല രസമുണ്ട്. സൂപ്പർ. ആ കൂട് ഇങ്ങോട്ട് കൊണ്ടുപോവാ പൊന്നെ. ഹായ്, ഞാന് ലൈറ്റ് ഇട്ടതല്ലേ. ഒരു മഴയൊക്കെ പെരിഞ്ചാതി മഴയൊക്കെ പെയ്ത് തോർന്നുട്ടോ. ഞങ്ങൾ ഇന്ന് എന്തായാലും വീട്ടിലേക്ക് പോണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. നല്ല റെഡിയായി കുട്ടീനെയൊക്കെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി അമ്മ കുളിച്ച് എല്ലാം റെഡിയായി നിന്നപ്പോഴത്തേന് ഭയങ്കര ഇടി മഴയും കാറ്റും അങ്ങനെ കേട്ടോ. അതുകൊണ്ട് ഞങ്ങള് പിന്നെ പോണില്ല. പിന്നെ ഏട്ടൻ വിളിച്ചു പറഞ്ഞു അവിടേക്ക് നല്ല മഴയാണ്, അപ്പൊ ഇന്ന് വരുന്നില്ല, നാളെ വരാ ഉച്ചാകുമ്പോഴേക്കെന്ന് പറഞ്ഞിട്ട്. അനിയത്തി കണ്ടോ എന്തൊക്കെയോ കൊണ്ടുവന്നിരുന്നുണ്ട്. ഇതെന്താ കുഞ്ഞിന്? അപ്പൊ ഇനി നാളെ ഉച്ചക്ക് വരാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്ത് ഞങ്ങളെ പോക്ക് ക്യാൻസൽ ആയിട്ടോ. നല്ല മഴയായിരുന്നു, പിടുത്തപ്പെട്ട മഴ, ഇടി മഴയും. താച്ചമ്പാറയ്ക്ക് നല്ല മഴയാണ്. മഴയൊക്കെ തോന്നിട്ട് അനിയത്തി നിന്നിട്ട് പോയി പാലൊക്കെ, ഇവിടെ കടയൊക്കെ അടുത്താട്ടോ, പാലൊക്കെ പോയി മേടിച്ച് കൊണ്ടുവന്ന് പാല് അടുപ്പത്ത് വെച്ചിട്ടോ. ചായ അടുപ്പത്ത് വെച്ചു. ഒരു കേക്കും മേടിച്ചിട്ട് വന്നു. കുഞ്ഞാറ്റേ ഇവിടെ വാ, ഇവിടെ വാ. വിട്ടാ അവരും ഇങ്ങോട്ട് വരും, സിറ്റൗട്ടിക്ക് ഇങ്ങോട്ട് വരും. എന്താണ് കണ്ടോ, നല്ല മഴയായിരുന്നു, കനത്ത മഴയായിരുന്നു. കുട്ടികളെക്കാളും അർജന്റ് പണക്കാണ്. ഞങ്ങള് ഉച്ചക്ക് ഇട്ടോ പണിയൊക്കെ ഒരുങ്ങിയിട്ട് കുറച്ചേരം അങ്ങനെ തയ്ക്കാളൊക്കെ തയ്ച്ച് അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു. വേഗം ഒരു 3-4 മണിയാകുമ്പത്തിന് വരാന്നാ പറഞ്ഞായിരുന്നു കേട്ടോ ഏട്ടൻ. പിന്നെ നോക്കുമ്പോ ഏട്ടൻ മഴ പെയ്തപ്പോ ഏട്ടൻ വന്നില്ല. രുചി കുറവാണ്. കുഞ്ഞാവേ ഇങ്ങോട്ട് വായോ, ഇവിടെ വാ. കുഞ്ഞാവേ ഒരു ഹായ് പറ. ഇച്ചിരി വെള്ളം വെച്ചാൽ മതിയായിരുന്ന പാലില്. അല്ല ഇത് രാവിലേക്കൊന്നും എടുത്ത് വെക്കുന്നില്ല അല്ലേ? രാവിലേക്ക് വരില്ല, മറ്റേതാവുള്ളൂ. ആ കപ്പില് പാല് കുട്ടനുള്ള പാല്, ചായക്കുള്ള പാല് അല്ലേ? എത്തില്ലേ നമ്മളെത്തില്ലാന്ന് പറയും.
മതിയില്ലേ ഒരു കപ്പ്? അതന്നെ. എന്നാലും അതില് 2 ഗ്ലാസ് ഒക്കെ വെക്കേണ്ടത് ഉണ്ടാവും. 2-3 ഗ്ലാസ് ഒക്കെ വെക്കേണ്ടതേ ഉള്ളത്. ഇതിന്റെ മഞ്ഞ പാക്കറ്റ്, ഇതിന്റെ തന്നെ മഞ്ഞ പാക്കറ്റ്, അതേപോലെ നീല പാക്കറ്റ്, പച്ച പാക്കറ്റ് ഉണ്ട്. അത് ഇതാ കുഞ്ഞാറ്റെ, ഈ വികൃതി അടിക്കരുതിട്ടാ അവിടത്തെ പോലെ. ഇതാ കുട്ടിയച്ചൻ വന്ന ചീത്ത പറയൂട്ടോ. അങ്ങനെ മക്കളെ ചായ ആയിട്ടോ. അയ്യോ കുഞ്ഞിനി പറഞ്ഞു ഇത് വീഴുമ്പോൾ സാറില്ലനി അല്ല അധികമൊന്നും ആയിട്ടില്ല. ഇപ്പൊ ചേച്ചി അനിയത്തി ഓടി ഓടി നോക്കിയോ, ഓടി ഓടി വീഴോ? കുഞ്ഞിനെ എന്റെ അരിപ്പ പെൻഷൻ പറ്റിക്കണു, മാറ്റാനായിക്കണു കേട്ടോ. പറ്റ പോയിക്കണു ആള്. ഇന്നെ ഒന്ന് ഒഴിവാക്കി അറിയുന്നുണ്ട്. ചായ അതെന്താണോ നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യം തോന്നുന്നുണ്ട് അല്ലേ? ശീലായിട്ട് ഇത്ര ചായ. അതാ കുട്ടികൾ കളിക്കും. ഞാനൊക്കെ കപ്പില കുടിക്ക, കപ്പ് വിട്ടുള്ള കളിയില്ല. അങ്ങനെ എന്തായാലും ഞങ്ങളെ പോക്ക് എന്തായാലും മുടങ്ങിന്ന് പറയാ. മഴ തിമർത്ത് പെയ്തൊണ്ട്, തകർത്ത് തിമർത്ത് പെയ്യോണ്ട് അങ്ങനെ പോക്ക് മുടങ്ങി. പിന്നെ നാളെ ഉള്ളൂ കേട്ടോ പോണത്. ഇനി എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരുടെയും സുഖല്ലേ? കുട്ടികൾ കാരണേ നമുക്ക് ഡെയിലി ആണ് വീഡിയോ ഇവിടെ ആകുമ്പോഴും. എന്നാലും നമ്മള് മാക്സിമം നമുക്ക് പറ്റും പോലെയൊക്കെ നമ്മള് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. എല്ലാരും സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഒരുപാട് കൂട്ടുകാർ പുതിയ പേര് വരുന്നുണ്ട്. എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുതേ. ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. എന്നാലും നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടാ. വായോ വായോ ചായ കുടിക്കുക. വരും. കുഞ്ഞാറ്റി എടുത്തു. കുട്ടികൾക്കുള്ള ചായ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. കുഞ്ഞിനിക്ക് ക്ലാസ്സിലാ കൊണ്ട് കുഞ്ഞാവേ അങ്ങനെ എല്ലാരും ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അതാ അനിയത്തി മേലുകുളിക്കലൊക്കെ കഴിഞ്ഞതാ വിളക്കുളത്തിക്കാട്ടാണ് കേട്ടോ. കുട്ടികളും ഉണ്ട് കേട്ടോ അടുത്ത്. 2 ആളും തമ്പാട്ടി തൊഴുകാൻ പോയിട്ട് അടുത്ത് നിക്കുന്നുണ്ട് പോയിട്ട്. എന്തിനാണ് ഇനി പോണത്? അമ്മേ നോക്കാ, അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിക്കാണ് കുട്ടിയെ. അതിനടി പോയിന് കേട്ടോ അച്ഛൻ വരുമ്പോഴത്തിന്. ഒരാളതാ ഫോണിൽ അങ്ങനെ മുഴുകിയിരിക്കണോ കണ്ടോ? അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും എല്ലാം കൂടി ഇട്ടിട്ട് ചതച്ചിട്ടാ മതിയായിരുന്നേ. ഒരാള് രസം വെക്കണ ലെവലാണ് ഈ കാണുന്നത്. കുരുമുളകാണ് തോന വേണ്ടത് രസത്തില്. തുടങ്ങി കുട്ടി. ഞാൻ ഈ തക്കാളി പുളി ഒഴിച്ചിട്ട്
വിരടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ആക്കാം, എന്താ ഇങ്ങനെ വാട്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. എങ്ങനെ വേണമെങ്കിൽ ഉടച്ചിട്ട് എല്ലാം കൂടി ഉടച്ചിട്ട് ചതച്ചിട്ട് അങ്ങനെ ഇടാം. നാട്ടിൻ്റെ ഉള്ളിൽ കൂടെ മുളഞ്ഞിക്കണത്. അമ്മ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ആ മഴയത്ത് അതിന് ശേഷം കേട്ടോ ചായ കുടിക്കാനൊക്കെ എണീറ്റ് വന്നത്. അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞത് ആ മക്കളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് രസം വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ തലേ ദിവസം വറുത്ത പച്ചമീനിൻ്റെ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഉണക്കൽ മീൻ ഉണ്ടായിരുന്നു, അതും കൂടി വറുക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് നല്ല കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ആ രസം ഉണ്ടാക്കുക കേട്ടോ. ഒരുവിധമല്ല ഞാൻ കുട്ടീനെ വാശി പിടിച്ചപ്പോൾ അവൾക്ക് ഫീഡ് ചെയ്യാൻ പോയ സമയത്ത് കുഞ്ഞിനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെളുത്തുള്ളിയും എല്ലാ സാധനങ്ങളൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജീരകവും കുരുമുളകൊക്കെ പൊടിയായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ വന്ന് ബാക്കിയുള്ളതൊക്കെ കൈവച്ച് എല്ലാം റെഡിയാക്കി അപ്പോൾ രസമൊക്കെ ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പം അങ്ങനെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആയത് നമ്മുടെ മല്ലിയില, അങ്ങനെ മല്ലിച്ചപ്പൊക്കെ ഇടുകയാണ് കേട്ടോ. അപ്പം ഇതെന്തായാലും ഈ വന്നിട്ട് വേണം ഇനി മീൻ നന്നാക്കി എടുക്കണം. ഇന്ന് മുള്ള മീനാട്ടോ കൊണ്ടുവന്നത്. അപ്പം അങ്ങനെ മുള്ളമീൻ നന്നാക്കി എടുക്കണം. പിന്നെ ഇത് വറുത്തും കൂടി എടുക്കണം കേട്ടോ. ഇന്ന് കുഞ്ഞാറ്റ പകൽ അന്ത്യോളം ഒന്നും ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. കുട്ടി ഒരേ കളിക്കൽ കേട്ടോ. ഉറക്കിയിട്ടുണ്ടെങ്കിൽ ഉറങ്ങുന്നില്ല കുട്ടി. അതിനിടയ്ക്ക് കുഞ്ഞാവ് ഉറങ്ങും കേട്ടോ. അവളൊന്ന് തൊട്ടിട്ട് ആട്ടുമ്പോഴത്തേനും ഒന്ന് ഇതാവുമ്പോഴത്തേനും അവൾ ഉറങ്ങും കേട്ടോ. അങ്ങനെ ഒന്ന് കുഞ്ഞാറ്റ നേരത്തെ ഉറങ്ങി. അങ്ങനെ മീൻ വറക്കലൊക്കെ കഴിഞ്ഞു ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ